മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്നായി പഴുത്ത നേന്ത്രപ്പഴം വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പഴുത്തതാണ്. ഞാനിതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് സ്റ്റീമർ വെച്ചിട്ട് കൊടുത്തേക്കുവാണ്. നമുക്ക് ഈ പഴം ഇതിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് നെയ്യിൽ വരട്ടിയും നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് അടച്ചു വെച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നേന്ത്രപ്പഴത്തിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടിതൊന്ന് ഉടച്ചെടുക്കണം. ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഞാനിപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പം ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണിത് ഉടച്ചെടുക്കുന്നത്. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്താൽ മതി. പഴം നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനൊരു പാനിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുകയാണ്. ഈ റവ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. റവ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ റവ വേകാനായിട്ട് ആവശ്യമായിട്ട് അല്പം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പാല് കഴിക്കാത്തവരാണെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. നേന്ത്രപ്പഴത്തിന് നല്ല മധുരമുള്ളതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് റവയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അല്പം കൂടി ഇതിലേക്ക് മധുരം ആവശ്യമുണ്ട്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർക്കാം. ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത്. പനം ശർക്കരയാണ്. പനം ശർക്കര അതല്ലെങ്കിൽ കരിപ്പെട്ടി എന്ന് പറയും. അത് പൊടിച്ച കരിപ്പെട്ടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കരയും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ചേർക്കാം. നേന്ത്രപ്പഴം ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. 1.5 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്തത് കൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കാതെ പൊടിച്ചതാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് സമയം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമ്മുടെ സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. ഇതിൽ നിന്നും ഓരോ ഭാഗം വീതം എടുത്ത് ചെറിയ ഉരുളകളാക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പരത്തി സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം.
കുറച്ച് ഞാൻ ഇതുപോലെ ഉരുളകളായിട്ടും എടുക്കുന്നുണ്ട്. എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഗീയോ ഓയിലോ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് വെച്ച് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. ഒരു സൈഡായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് ചേർത്തിട്ടുള്ളതെല്ലാം നമ്മൾ നന്നായി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതുപോലെ നമ്മൾ ബോൾസ് ആക്കിയെടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. നേന്ത്രപ്പഴമൊക്കെ ഒരുപാട് പഴുത്ത് നല്ല കറുപ്പ് കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പഴം നമ്മൾ കളയാതെ ഇതുപോലെയുള്ള സ്നാക്കുകളൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാകും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം വെച്ച് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴം ബോൾസും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനോ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനോ ഒക്കെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഷേപ്പിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാനും വലിയ താല്പര്യമായിരിക്കും. ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരല്പം പഞ്ചസാര പൊടിച്ചത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നേന്ത്രപ്പഴം വെച്ചിട്ട് സ്നാക്ക് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.